ഇതെന്തൊക്കെയാ കേൾക്കുന്നത്? ഇവനിത് എങ്ങോട്ടാ പോയത്? അമ്മേ, അമ്മ ശരവണ്ണനോട് വേറെ എന്തെങ്കിലും ജോലി ഏൽപ്പിച്ചിരുന്നോ? ഇല്ല. മാർക്കറ്റിൽ പോയി കത്തി മൂർച്ച വെപ്പിക്കാൻ പറഞ്ഞിരുന്നോ? ഇല്ല മോള്. എന്താ ഇപ്പൊ അങ്ങനെ ചോദിച്ചത്? ഇന്ന് അമ്മ പുറത്തു പോയില്ലേ, അപ്പൊ ഞാൻ ഇവിടേക്ക് വന്നിരുന്നു. അപ്പൊ ശരവണനൊരു കത്തി പൊതിഞ്ഞെടുക്കുന്നത് കണ്ടിരുന്നു. അല്ല, ഇതെന്താ ശരവണന്റെ കയ്യില്? ഇത് കത്തിയമ്മ. കത്തിയോ? അമ്മ 2 നാള് മുന്നാടി സുജാത അമ്മ കത്തി കാച്ചണം ചൊല്ലിയാച്ച്. ഞാൻ അത് മറന്നുപോയാച്ച്. ഇപ്പൊ മാർക്കറ്റിൽ പോണം, അതാ എടുത്തു പോലാന്ന് വെച്ചേ. ശരവണന്റെ അപ്പോഴത്തെ ഭാവം അത്ര നന്നായിരുന്നില്ല. നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഇനി ശത്രു വരില്ല എന്നൊക്കെ വലിയ ഉറപ്പോടെ പറയുകയും ചെയ്തു. அம்மா இங்க நான் இருக்கும்போது எவனாவது சுஜாதாமே என்ன செய்ய முடியும்? அப்படி நடந்தா சரவணன் உயிரோட இருக்காதம்மா. இப்ப இருக்கிற எல்லா பிரச்சனையும் முடிய போறது, சீக்கிரம் முடிய போறது. நிம்மதியாயிருமா? ഇതിപ്പോ അവനിനി എന്തെങ്കിലും വേണ്ടാത്തത് ചെയ്തു കാണൂ? ശരവണൻ ആന്റിയുടെ കുടുംബം എന്ന് പറഞ്ഞ ജീവനാ. ആ കുടുംബത്തെ ദ്രോഹിക്കുന്നവനെ അവൻ വെറുതെ വിടില്ല. ഇനിയിപ്പോ അവനെങ്ങാനും ജീവന്റെ പുറകെ പോയിരിക്കും. സദാനന്ദേട്ടനെ അവൻ കൊന്നത് ശരവണനാണല്ലോ നമ്മളോട് പറഞ്ഞത്. അതിന്റെ വൈരാഗ്യം ശരവണനോട് ജീവന്റെ മനസ്സിലുണ്ട്. അയ്യോ, ഈശ്വര, അവൻ അങ്ങോട്ട് തന്നെ ആയിരിക്കോ പോയത്? ഹരി, എന്തൊക്കെ ചെയ്യാ? ഒന്ന് അന്വേഷിക്കണ്ടേ?